ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ലോഗോ സ്റ്റിക്കേഴ്സ് എങ്ങനെയാണ് ചെയ്തെടുക്കുക എന്നാണ് നോക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടി ആദ്യം തന്നെ ക്യാൻവ ഓപ്പൺ ചെയ്യുക. എന്നിട്ട് സെർച്ച് ബാറിൽ E3 ഡോക്യുമെൻ്റ് എന്ന് സെർച്ച് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ബ്ലാങ്ക് പേജ് നമുക്ക് കിട്ടൂല. അപ്പോൾ ഇതേപോലെ റാൻഡം ഒരു ടെംപ്ലേറ്റ് എടുത്തിട്ട് അതിലുള്ള ഓരോ എലമെൻറ്റ്സും ഡിലീറ്റ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് നല്ലൊരു ബ്ലാങ്ക് പേജ് കിട്ടും. ഇനി എലമെൻറ്റ്സിൽ പോയിട്ട് സർക്കിൾ ഫ്രെയിം ചൂസ് ചെയ്യുക. നിങ്ങളുടെ ലോഗോ റെക്റ്റാങ്കിൾ ആണെന്നുണ്ടെങ്കിൽ റെക്റ്റാങ്കിൾ ഫ്രെയിം എടുത്തിട്ട് ഇതേപോലെ അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഡ്യൂപ്ലിക്കേറ്റ് ചെയ്തിട്ട് വെർട്ടിക്കലി ഇതേപോലെ ഇങ്ങനെ സെറ്റ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് റീപ്ലേസിൽ പോയിട്ട് ലോഗോ സെലക്ട് ചെയ്തിട്ട് ഈ സർക്കിളിൽ ആഡ് ചെയ്ത് കൊടുക്കുക. അങ്ങനെ ഓരോ സർക്കിളിലും ഇതേപോലെ ലോഗോ ആഡ് ചെയ്ത് കൊടുക്കുക. അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു സർക്കിൾ എടുത്തിട്ട് അതിൽ ഓൾറെഡി ലോഗോ ആഡ് ചെയ്തതിന് ശേഷം അത് ഡ്യൂപ്ലിക്കേറ്റ് ചെയ്തിട്ട് ഇതേപോലെ വെർട്ടിക്കലി സെറ്റ് ചെയ്ത് കൊടുക്കാം. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി ഈസി ആയിരിക്കും. ഇനി ഡിലീറ്റ് ഓപ്ഷൻ്റെ അടുത്തുള്ള 3 ഡോട്ട്സ് സെലക്ട് ചെയ്തിട്ട് അതിൽ സെലക്ട് മൾട്ടിപ്പിൾ എന്നുള്ള ഓപ്ഷനിൽ സെലക്ട് ചെയ്തിട്ട് ഓരോ സർക്കിളും സെലക്ട് ചെയ്തിട്ട് അത് ഗ്രൂപ്പ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ എല്ലാം ഒരുമിച്ച് കിട്ടും. ഇനി അത് ഡ്യൂപ്ലിക്കേറ്റ് ചെയ്തിട്ട് നമ്മൾ ഫുൾ A3 ഡോക്യുമെൻറ്റിൽ ഇതേപോലെ സെറ്റ് ചെയ്ത് കൊടുക്കുക. ഇനി ഡൗൺലോഡ് ചെയ്യാൻ വേണ്ടിയിട്ട് മുകളിലുള്ള ഡൗൺലോഡ് ഓപ്ഷൻ പ്രസ് ചെയ്തിട്ട് ഡൗൺലോഡ് നോക്കിയിട്ട് അതിൽ PDF പ്രിൻ്റ് എന്നുള്ള ഓപ്ഷനാണ് സെലക്ട് ചെയ്യേണ്ടത്. അങ്ങനെ ഈ ഡൗൺലോഡ് ചെയ്ത PDF ആണ് നമ്മൾ ഷോപ്പിൽ അയച്ചു കൊടുക്കേണ്ടത്. അവിടെ നിന്ന് നമ്മൾ സ്റ്റിക്കർ പ്രിൻ്റാണ് എടുക്കേണ്ടത്. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ലോഗോ സ്റ്റിക്കേഴ്സ് പ്രിൻറ്റ് ചെയ്യണത്. ഇനി ലോഗോ ഡിസൈൻ ചെയ്യണ വീഡിയോ വേണമെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്താൽ മതി. സോ ദാറ്റ്സ് ഓൾ. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.